ഏതൊരു കൺട്രിയിൽ നമ്മൾ പോകുമ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ടു ഡു ഈസ് ദിസ് വാക്കിംഗ് ടൂർ വിത്ത് എ ഗൈഡ്. അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയില്ല, മനസ്സിലാവില്ല. നമ്മൾ ജസ്റ്റ് പോകും കാണുന്നൊക്കെ എല്ലാം അല്ലാണ്ട്. ആൻഡ് ദീസ് ആർ ഫ്രീ. ലൈക്ക് നമുക്ക് പെയ്ഡുള്ളതും ഉണ്ട്, പക്ഷെ ഭയങ്കര നല്ലതാണ് ഇത് ചെയ്യുന്നത്. പിന്നെ സിറ്റീനെ ഒന്ന് കുറച്ചും കൂടെ അറിയാനും ഇതിൻ്റെ ഹിസ്റ്ററി അറിയാനും. നമ്മൾ മറ്റേ കോച്ച് ടൂറിൽ പോകുമ്പോഴും അവരും പറയും ഇതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ, പക്ഷെ അന്നേരം നമ്മൾ അതിൻ്റെ റെലവൻ്റായ സ്ഥലം അതിൻ്റെ കൂടെ കാണുന്നില്ല. ഇപ്പോൾ അവർ ഓരോ സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 മണിക്കൂറാണ് വാക്കുള്ളത്. 2 കിലോമീറ്റർ നടക്കുന്നുണ്ടാവും. നടന്ന് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ടു ഡു ആൻഡ് യു വിൽ സ്റ്റാർട്ട് ലൈക്കിങ് ദാറ്റ് കൺട്രി സോ മച്ച്. അപ്പോൾ എവിടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വാക്കിംഗ് ടൂർ ചെയ്യും. അതൊരു പുതിയ കൺട്രി ആവണമെന്നില്ല. ഇപ്പം ഒരു വില്ലേജ് ആണെങ്കിലും ഇപ്പം മറ്റേ കുറേ സ്ഥലത്തില്ലേ, ബാംഗ്ലൂരൊക്കെ ഉണ്ട് വാക്കിംഗ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പെയ്ഡാണ് 700-800 റുപ്പീസിൽ ശ്രീറാം ചെയ്യുന്നൊരു ഇത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ കബൺ പാർക്കിൽ നമ്മൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്കറിയില്ല. ഇപ്പോൾ കബൺ പാർക്കിൽ തന്നെ ഒരു വാക്കിംഗ് ടൂർ ഉണ്ട് അവരുടെ. ഇറ്റ്സ് നൈസ്. എനിക്ക് നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൂപ്പൻ്റെ അടി തന്നെ കോഴിക്കോട് ഫുഡിൻ്റെ ഒരു വാക്കിംഗ് ടൂർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇറ്റ്സ് ടു ഗുഡ് ടു ഡു. അപ്പം ഞാൻ ആ വാക്കിംഗ് ടൂർ തുടങ്ങുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടത്തേക്ക് എത്തിപ്പെടാൻ ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഞങ്ങൾക്ക് ബസ്സിലാണ് പോകേണ്ടത്. ഫൈനലി ഐ ഗോട്ട് ഇൻ ടു എ ബസ്. സോ ലെറ്റ്സ് ഗോ. സെക്കൻഡ് ഡേ ഇൻ ഐസ്ലാൻഡ്. ഞാൻ ഇന്നലെ എവിടെ ഇറങ്ങിയില്ല, മഴയായിരുന്നു, ഇറങ്ങാൻ പറ്റിയില്ല. മഴ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെ ഇറങ്ങാൻ പറ്റില്ല വെച്ചാൽ ഞാൻ ഏതായാലും ഇറങ്ങി ബസ്സിൽ കയറി. ഞാൻ എൻ്റെ കാർഡിനെ ഡയറക്റ്റ് ടാപ്പ് ചെയ്യുക ചെയ്ത്. പക്ഷേങ്കിൽ ഒരു ബസ്സിൻ്റെ കാർഡ് വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസം ഇൻ ആൻഡ് അറൗണ്ട് എല്ലാവിടെയും പോകാനുള്ള അതാവും. പിന്നെ എന്താ ഒരു ഫ്രീ വാക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് സിറ്റി സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ അവിടത്തേക്കാണ് പോണേ ബസ്സിൽ. പോയി നോക്കാം. മഴ ഉണ്ടാവുന്നതേ തോന്നുന്നു. ഭയങ്കര ക്ലൗഡിയാണ്. ഇപ്പം 9:30 ആയ സമയം. 10 മണിക്കാണ് അത് പണിയുണ്ടായിരുന്നു. കുറച്ച് പണികൾക്ക് ഇനി വൈകുന്നേരം ഫുൾ പണിയാണ് ഇന്ന്. പിന്നെ നാളെ എവിടെയാണ് ലോങ് റൂട്ട് പോകാൻ പറ്റില്ല. 2 മണിക്കൂർ 2.5 മണിക്കൂറിൻ്റെ അതിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സിറ്റി വോക്കൊക്കെ നാളെ എനിക്ക് സിറ്റിയിൽ കുറച്ച് മ്യൂസിയങ്ങളൊക്കെ കാണാനും രാവിലെ പോകാൻ പറ്റും. പക്ഷെ അതിന് ഈ കാർഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഇന്ന് പോയി കഴിഞ്ഞാൽ എവിടെയാണെന്ന് ബസ്സിൻ്റെ ഒരു കപ്പലിനെ കണ്ടു. ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കാണുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അവർ 60-70 വയസ്സുള്ള അവരാണ്. അപ്പോൾ അവർ 2 ആഴ്ചയായി ഇവിടെ നിൽക്കുന്നു. ഇന്ന് അവരുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഇതിൻ്റെ അടുത്തുള്ള സ്വിമ്മിംഗ് പൂളിനെ പറ്റി പറഞ്ഞു. പിന്നെ അവർ പോയത് ഒരു ലേക്ക് നല്ലതാണെന്ന് പറഞ്ഞു. ഈ കാർഡ് എടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് അവർ തന്നു. അതുകൊണ്ട് കറങ്ങി വില്ലേജസും അങ്ങനെ തിരിച്ചു പോകാം. മ്യൂസിയംസ് അതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നൊക്കെ പറഞ്ഞു. ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നാളെ ഇന്നിപ്പോൾ അതെടുക്കാം. എവിടെ നിന്നാണെന്ന് നോക്കിയിട്ട് സിറ്റി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അതെടുക്കാം. ഉച്ചയാകുമ്പോഴത്തേനും തിരിച്ചു തരണം. സോ വെൻ ഐ ഡു സോളോ ട്രിപ്പ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജസ്റ്റ് ടു വാണ്ടർ അറൗണ്ട് ഇൻ ദ സിറ്റി. ഒരു ഐറ്റിനറി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജസ്റ്റ് ആ സിറ്റിയിലേക്ക് കൂടെ നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി ഇങ്ങനെ സിറ്റി ഒന്ന് റൗണ്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോയി ആ ഒരു സ്ഥലത്തിനെയും ആൾക്കാരെ അവരുടെ ജീവിതമൊക്കെ ഒന്ന് അറിയുന്ന ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ കൺട്രോൾ ചെയ്തു. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ. രാവിലെ തന്നെ ഒരു കോഫി ഇട്ടു. പിന്നെ ബ്രെഡ് ചീസും എല്ലാം കൂടെ ഒരു ടോസ്റ്റ് പോലെ അതുണ്ടാക്കി അതും കഴിച്ചു. പക്ഷെ അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കോളിൽ തിരക്കായിരുന്നു. കോളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടതൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യണമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പിന്നെ രാവിലെ പണിയായിരുന്നു. അപ്പോൾ അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷെ ഞാനത് കഴിച്ചു. അതുകൊണ്ട് ഇതുവരെ ഇന്നലെ വന്നിട്ട് ഞാൻ പുറത്തുനിന്ന് ഒന്നും ഭക്ഷണം കഴിച്ചില്ല. ഒരു കോഫി പോലും കുടിച്ചിട്ടില്ല. കോഫി കുടിക്കാൻ സെറ്റിൽ പോയിട്ട് ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ കല്ലെടുത്ത് വെച്ച് അതിൻ്റെ നടുക്ക് ഗ്ലാസ് വെച്ച പോലെ ഇട്ടു. ബിൽഡിങ് സിറ്റി സെൻറ്ററിലെത്തി.
ബസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ പേരിങ്ങനെ കുഞ്ഞക്ഷരത്തിലാണ് എഴുതിയിരിക്കണേ. ഇത് ഏത് സ്റ്റോപ്പാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നൊന്നുമില്ല. ഇതൊക്കെ ഫുൾ മൂളനിട്ട് മൂളം കവർ ചെയ്തിട്ടാണ് നടക്കുന്നത്. അത്ര തണുപ്പുണ്ട്. ഓ, ഇത് ആർട്ട് മ്യൂസിയമാണ്. ആർട്ട് മ്യൂസിയം. അങ്ങനെ കുറേ അധികം മ്യൂസിയംസും ഇതൊക്കെ ഇവിടെ ഉണ്ട്. ബിൽഡിങ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ്. കോസ്റ്റ് ഗാർഡിൻ്റെ വലിയൊരു ഷിപ്പ് അവിടെ ഉണ്ട്. പൊളിയാണ്. നാളെ ഇവിടെ വരാം. അതൊട്ട് ഇവിടെയാണ് താമസം. കുട്ടികൾ മറ്റേ അലേർട്ടിൻ്റെ മറ്റേ ഗ്രീൻ ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് എവിടത്തേക്കാണോ കൊണ്ടുവന്നേ. നല്ല രസമുണ്ട് കാണാൻ. ഇതിലെ കൂടിയൊക്കെയാണ് പോകാൻ കാണിക്കുന്നത്. എനിക്കിത് എവിടെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര രസമാണ്. ഇതൊക്കെ അതിനകത്ത് ഇങ്ങനെ ഒന്ന് പൊളിഞ്ഞ് മുകളിലോട്ട് നിൽക്കുന്ന പോലെ. ഇവിടെ നിന്ന് ഇങ്ങനെ നിലത്തുനിന്ന് വേപ്പർ വരുന്ന പോലെ. അത് ചൂട് സമയത്തൊക്കെ അങ്ങ് നല്ല രസം ഉണ്ടാവും. ഇതിന്റെ ചൂടാണോ, ചൂട് സമയത്ത് ആ തണുത്ത വെള്ളം വരുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഇതിപ്പോ ചൂടാണെങ്കിൽ രസം ഉണ്ടാവില്ലേ? ചൂടാണോ? ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഹവ പോകുന്ന പോലെ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു പുക പോലെ എല്ലാം തോന്നുന്നു. ചൂടും തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. തണുപ്പാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചുമരിന് ഫുൾ സീൻ്റെ ഇതൊക്കെ ചെയ്തിട്ട്. സിറ്റി സെൻറ്റർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇന്ന് ഏതായാലും നാളെ ഏതായാലും അവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ സിറ്റി സെൻറ്ററിൽ താമസിക്കുകയാണ്. ഒക്കെ ടൂറിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊന്നും അറിയില്ല. ഈശ്വര, 10 മണിയായി സമയം. ഇത് എവിടെയാണ്? ഫുൾ തണുത്തിട്ടാണ് നിൽക്കുന്നത്. ഞാൻ കൈക്ക് വരെ ഗ്ലൗസ് വരെ ഇട്ടിട്ടാണ്. ഗ്ലൗസ് എങ്ങനെയാ ഒരുപാട് ഇടുമ്പോൾ നമുക്ക് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് വല്ലാണ്ട് ഒരു അൺകംഫർട്ടബിൾ ഫീലാണ്. മറ്റു കയ്യിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൊബൈലും ഒന്നും ആക്സസ് ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനും പറ്റില്ല. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എനിക്ക് കണ്ണിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല ആവുന്നുണ്ട്. ഇത് കണ്ണിന് ഇറങ്ങിയിട്ട്. വേർ ഈസ് ദ പാർലമെന്റ് ബിൽഡിംഗ്? ഹലോ ആരോടെ ചോദിക്കേണ്ട ഈശ്വര. എല്ലാവരും അറിയാണ്ട് മാപ്പും എടുത്ത് നടക്കുന്ന ആളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. സെൻട്രൽ ഹോട്ടൽ ഇതാണോ? What is that? Eða í hérna സംകായ് റെസ്റ്റോറൻറ്റ്. കുറച്ച് നേരം ഞാൻ അവിടുന്ന് കറങ്ങുന്നു. പക്ഷെ കാണുന്നില്ലല്ലോ ഭഗവാനെ ഇവരെ. ഓക്സ്ഫോർഡ് ഭയങ്കര സിംബോളിക് റെപ്രസെൻറ്റേഷനാണിത്. ഫുൾ ബേർഡ്സ് ആണ്. ഭയങ്കര രസമുണ്ട്. അതിൻ്റെ സിറ്റി സെൻറ്ററിന് നടുക്കൊരു ചെറിയൊരു ഇതുപോലെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നിറച്ചും ബേർഡ്സ് ആണ്. വാവ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സിറ്റി സെൻറ്റർ. പക്ഷേ ഈ വാക്കുകാരെവിടെ പോയി? ഇവിടെ നിന്ന് ഇൻ ആൻഡ് അറൗണ്ടിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടാവും. ദൂരെ എവിടെയും പോകാൻ ചാൻസ് ഇല്ല. ഓരോ ബേർഡ്സിൻ്റെയും ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഇവിടെ കാണുന്നത്. ഈശ്വര, ഞാൻ സ്വന്തം തന്നെ സിറ്റി വാക്ക് ചെയ്യേണ്ട അവസ്ഥയാണല്ലോ ഈശ്വര. ഫൈനലി ഞാൻ അവരെ കണ്ടെത്തി. ഇവരിതിൻ്റെ പിറകെ തന്നെ ഉണ്ട്.
ആക്ച്വലി 10:30 ആയിരുന്നു, 10 o'clock അല്ല. ഐ ഡോണ്ട് നോ വേർ ഇസ് ഇറ്റ് രജിസ്റ്റേർഡ്. 10 o'clock 10 രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും 10 മാത്രമേ കാണിക്കുള്ളൂ. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് 10 ആയതുകൊണ്ട് ഞാൻ ഓടിപ്പടിച്ച് കുറച്ച് 10:30 ആയതുകൊണ്ട് ഞാൻ നേരത്തെ കാലത്ത് എത്തി. പിന്നെ ഇവിടെ ഞാൻ ഇൻ ആൻഡ് അറൗണ്ടൊക്കെ ഒന്ന് നടന്നു. 10-30 പേരുണ്ട്. ആക്ച്വലി നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ അവരോട് കാണുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ അതിനകത്ത് എല്ലാം കോള് വാട്സാപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് ചെയ്തപ്പം അവരത് എടുത്തു. ഗൈഡിൻ്റെ ഡയറക്റ്റ് നമ്പർ തന്നു. ഗൈഡിൻ്റെ അല്ല, ഗൈഡ് പിന്നെ വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നമ്പർ തന്നു. അപ്പോൾ അവരെനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു, പറഞ്ഞു 10:30 കാണുന്നൊക്കെ. അപ്പം ദാറ്റ് വേ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. നല്ല സിസ്റ്റമാണെന്ന് എനിക്ക് മനസ്സിലായി. അതും ഫ്രീ ആയിട്ടാണ്. നമ്മൾ കൊടുക്കുന്ന ടിപ്സാണ് അവർക്കുള്ളത്. റീസണബിൾ ടിപ്പ് കൊടുക്കണം എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവർ രാവിലെ തന്നെ വന്നിട്ട് ഈ ഗാർഡനിൽ ഫുൾ പണിയെടുക്കുന്നു. കുറേ പേര് പണിയെടുക്കുന്നത് കാണുന്നുണ്ട് രാവിലെ തന്നെ. ടു മേക്ക് ദാറ്റ്. ഇപ്പോൾ ഇയാൾ ഇവരുടെ പരിപാടി തുടങ്ങും. ഇതാണ് പാർലമെൻറ്റ് ഹൗസിൻ്റെ. Hi, nice to see you all. My name is Arnór Björnsson. Don't worry, you can call me Nori. So the fear in your eyes already. Trying to pronounce my name. N-O-R-I, that's my nickname, so that's perfectly fine. I'll be your guide today. Hiya, traveler. Reykjavik, which is our only city, and the towns surrounding that. The rest of us are evenly spread along the coast of Iceland. No one lives in the center. That is absolutely uninhabitable. We call it the Highlands. Our story begins in the year 874, give or take a couple of years. That's when the first settlers arrive here. Our main hobbies during the first couple of centuries here in Iceland included farming and dyeing. That is what we did. The Norwegian king came here, or someone from him, and said, Norway owns this island. And we said, okay. And the C9 beneath that, way on top of the building, that's the Danish crown. And Christian IX, king at the time, who built the building. So yes, we felt we got unfair treatment by the Danes, but sometimes they gave us very neat buildings, which we are thankful for. നമ്മൾ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കൂടിയാണ് നടന്നു പോകുന്നത്. അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള വീടുകളൊക്കെയാണ് ഇവിടെ. സിറ്റി വാക്ക് ആണ് ചെയ്യുന്നത്. സം വർക്ക് ഹാപ്പനിങ്. വീടൊക്കെ ഇങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത പോലെയാണ്, അല്ലാണ്ട് മറ്റേ മണ്ണും കല്ലും അതൊന്നും എടുത്തിട്ട് ഉള്ള ടൈപ്പല്ല. പലതും നമ്മുടെ ഹോസ്റ്റലും ഒക്കെ അങ്ങനെയായിരുന്നു, കണ്ടില്ലേ. ചില വീടൊക്കെ കല്ല് വെച്ചതുണ്ട്, പക്ഷെ മിക്ക വീടുകളും ഇങ്ങനെ ഈ ഒരു ടിന്ന് പോലത്തെ ഒരു സാധനത്തുണ്ട് ചെക്ക് ചെയ്ത പോലെ കാണുന്നത്. എന്ത് വർക്കാണ് ചെയ്യുന്നത്, എന്തോ ചെയ്യുന്നുണ്ട്. How the first settlers got here. The story of 874. What was here before the first ships arrived here? Absolutely nothing. There is one mammal, the Arctic fox. That's the only native mammal here. A couple of types of birds and a couple of types of trees. Otherwise, nothing. So no one came here unless they had nowhere else to be. This story is of a man called Ingólfur Arnarson. റെഡ് ഇതൊക്കെ കടകളും ഇതൊക്കെയാണ്. ഹൗസിംഗ് ഉള്ള ആ പോർഷൻ നമ്മൾ കഴിഞ്ഞു, മുന്നിലോട്ട് വന്നു. കടകൾ കുറച്ച് ഉള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസുമായിട്ട് ഇവർക്ക് കുറേ സാമ്യമുണ്ട്. ഒന്ന് നമുക്ക് 1947 ഇവർക്ക് 1944 ഡാനിഷ് ആൾക്കാരുമായിട്ട് തന്നെ പിന്നെ ഇൻഡിപെൻഡൻസ് കിട്ടിയത്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഗാന്ധിജി ലോയർ ആയിരുന്ന പോലെ തന്നെ ഇവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് ഇനീഷ്യേറ്റ് ചെയ്ത ആളൊരു ലോയറായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പക്ഷേ എന്താ പറയുക, ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് പാർലമെൻറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഡാനിഷ് പീപ്പിൾ വർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഇവരുടെ ഡൊമസ്റ്റിക് കാര്യങ്ങളിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ഈ ഡൊമസ്റ്റിക് ഒക്കെ ഇവരോട് തന്നെ
റൂൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ഇതിലായിരുന്നു അവർ കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അവർ പാർലമെൻറ്റ് ഹൗസൊക്കെ അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് എത്രയോ 10-30 വർഷം മുന്നേ അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഇപ്പോഴത്തെ അവരുടെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഒക്കെ ഒരു ഫീമെയിലാണ്. അതിൻ്റെ പാർലമെൻറ്റ് ഹൗസിലുള്ള 50% ആൾക്കാർ ഫീമെയിലാണ്. അപ്പോൾ ഒരു ഫീമെയിൽ എംപവർമെൻറ്റിൻ്റെ ഈക്വാലിറ്റി ഈക്വൽ അല്ലെങ്കിലും ഒത്തിരി അങ്ങനെ ഒരു എംപവർമെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ. ഈ റെജാവിക് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ സിറ്റി. ഇവിടെ ഇത് ക്യാപിറ്റൽ സിറ്റി ആവാൻ കാരണം ഇവിടെയാണ് ഒരു ഫസ്റ്റ് ഇൻഡസ്ട്രി വൂൾ ഡെവലപ്പ് ചെയ്യുന്ന വൂളൻ ക്ലോത്ത്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടാക്കിയത്. അത് ഇവിടുത്തെ കോളനിയിലെ ഒരാൾ സിലോൺ എന്ന് പറഞ്ഞ ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് അവരുടെതാണ് സ്റ്റാച്ചു നേരത്തെ കണ്ടത്. അതൊക്കെ ഇവിടുത്തെ ലാംഗ്വേജ് ഐസ്ലാൻഡിക് ലാംഗ്വേജ് എന്നാണ്. ഇവിടെ ഒട്ടാകെ ഉള്ളത് 4 ലക്ഷം ആൾക്കാരാണ്. അപ്പോൾ ആ ആൾക്കാർ പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതിൽ തന്നെ ഒരു കുറച്ചധികം ഡാനിഷ് ടച്ച് ഉള്ളതും ഉണ്ട്, ലാംഗ്വേജ് ഇംഗ്ലീഷ് ടച്ച് ഉള്ളതും ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഐസ്ലാൻഡിക് ലാംഗ്വേജ് സംസാരിക്കുന്നവരിൽ 10ൽ ഒരാൾ ഓത്തറാണെന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ ആൾക്കാർ ബുക്ക് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന ഗൈഡ് പോലും ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് about like searching purpose of a teenager എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും കൂടുതൽ ആൾക്കാർ ബുക്ക് എഴുതുന്ന ആൾക്കാരും കൂടിയാണ്, ഓത്തേഴ്സ് ആണെന്നാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുന്നത്. പിന്നെ ഒരു ഫേമസ് ഹോട്ട് ഡോഗിൻ്റെ ഒരു കടയാണ് അത്, ഡൗൺ ടൗണിലുള്ള ഒരു കട. അതെന്തുകൊണ്ടാണ് ഫേമസ് എന്നൊന്നും അറിയില്ല. ഹോട്ട് ഡോഗ് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇവിടെ ഉള്ളതും പരിപാടിയുള്ളതും തമ്മിൽ വലിയ വ്യത്യാസമോ അങ്ങനെ അതിനൊരു സിഗ്നിഫിക്കൻസോ കാര്യമൊന്നുമില്ല. ബട്ട് ഇറ്റ് സ്റ്റിൽ ഇറ്റ് ഈസ് ഭയങ്കര ഫേമസ് ആണ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് എൻ്റെ വിശേഷം. ഇവർക്ക് സ്വന്തമായിട്ടൊരു മിലിറ്ററി ഫോഴ്സ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമ്മളപ്പം കണ്ടത് അവരുടെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ്. അതിൻ്റെ മുന്നിൽ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു കാര്യമില്ല, ആരില്ല അതിൻ്റെ മുന്നിൽ. സോ അവർക്കൊരു ഗൺമാനോ സെക്യൂരിറ്റിയോ അങ്ങനെ കാര്യമൊന്നുമില്ല. ഒട്ടാകെ റൈഫിൾസ് അങ്ങനെയുള്ള പോലീസിന് വേണ്ടിയിട്ടാണ്. അതും അവരുടെ വെഹിക്കിളിൻ്റെ ഉള്ളിലായിട്ടുണ്ടാവും, അവരത് ക്യാരി ചെയ്ത് നടക്കുന്നില്ല. പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ഫോഴ്സ് പോലീസിൻ്റെ യൂണിറ്റ്സിന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഇല്ല. അത് ഭയങ്കര സർപ്രൈസിങ് ആണ്. അതന്നെ ഇവിടെയുള്ള ഒരു ഓഫീസിൻ്റെ മുന്നിലും പിന്നെ റൈഫിൾ പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നില്ല, എക്സെപ്റ്റ് US എംബസി. അത് എന്താ പറയുക, ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു US. എല്ലാത്തിനും പവറുണ്ട് ഇതാക്കുക എന്നുള്ളത്. ഇതൊരു ഐസൊലേറ്റഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഗണ്ണ് കൊണ്ടുപോവുക അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനും ഇവിടെ ഇവരുടെ ബോർഡേഴ്സിലൊന്നും നടക്കുന്നില്ല. കാരണം ഇവിടെ ഒരാവശ്യത്തിന് വേണ്ടി അങ്ങനെ കൊണ്ടുവരാനുള്ള കാര്യമില്ല. സോ ദാറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഏറ്റവും കുറഞ്ഞ ക്രൈം റേറ്റ് ഉള്ളതാണത്രേ, സ്ഥലമാണത്രേ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ 3ാമതുള്ള അതാണത്രേ. അതിൻ്റെ മെയിൻ കാരണം അവരുടെ എക്കണോമിക് ഡിഫറൻസ് വളരെ ചെറുതാണെന്നാണ് പറയണത്, ലൈക്ക് റിച്ചും പുവറും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കത് അങ്ങനെയുള്ള ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഇല്ല എന്നുള്ളത്. ദോസ് ആർ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ലൈക്ക് കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ക്രിമിനൽ ഇതിനകത്ത് ഒട്ടാകെ അങ്ങനെ ഒരു മർഡർ ഉണ്ടായിരുന്നു. 4 പേര്, ഒരു വർഷത്തിൽ 4 പേര്. ഓഫ് കോഴ്സ് പോപ്പുലേഷൻ്റെ ഇത് കുറവാണ്. 4 lakh ആൾക്കാരിൽ 4 പേരെന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജായി? some 0.001 or something like that. Nice. Reykjavik. ഇനിയൊരു സ്റ്റാച്യു ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. Settler of Iceland. I already told you what was here before the first settlers came here. Nothing. No native people, no native mammals except the Arctic fox. And rock, wind, fire, lava. That is it. No one came here on
restaurants, we will walk past those later on. But my favorite stores are actually all on this road over here. My biggest recommendation, especially if you live in a country where it gets cold, is wool. It is the thing I would recommend to get. It's pricey, but so is the fake wool you get at other stores. My favorite stores would be Odin's Raven Workshop. It's Icelandic owned and actual Icelandic wool. And my absolute favorite, the National Hand Knitting Association of Iceland. It's a mouthful. That would be handball and swimming. Football is the most popular sport. To some of you that would be soccer, but we were once okay, now we're quite horrible again. Lake gets completely frozen. Yes, completely frozen down to the bottom. It's only about just over half a meter depth, so it does freeze, you know, when it's minus 10 degrees Celsius, it really freezes. What happens to the birds? The ducks and That's all? a great question. So just that little area closest to that yellow building over there, we pump our excess hot water into the pond. So that portion of the pond never freezes. So it becomes like a spa for the birds. So that's why they stay around. Yeah, good question. You have a keen eye. We saw a map somewhere that showed Iceland, I-S-L-A-N-D, like the word island. Did it come? Yes. Is that where the name came from, or did it come from ice? It came from ice. So Iceland, as you say, like island, in Icelandic means Iceland. So is 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 in That's how you spell it, Icelandic. right? Yeah, that's how we spell it. Yeah. So yeah.